കറണ്ടിൽ ഇപ്പം ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സാണ്. ഞാൻ ഇത്തവണ പുറത്തോടത്ത് കഴുകാൻ വിചാരിച്ചു, പക്ഷേ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇത്തവണ നമ്മുടെ ബൈക്ക് നമ്മൾ തന്നെ കഴുകുന്നു. കാര്യം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കൊന്നും ഞാൻ കഴിയുമ്പോഴേക്കും അല്ലാതെ വേറെ ആര് കഴിവരും കിട്ടത്തില്ല. ഇപ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റുകൾ ഇത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകമൊക്കെ ഉണ്ടല്ലേ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി ആ ഏരിയയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ചുറ്റും ഞാൻ ബാക്കി എല്ലായിടത്തും ക്ലീൻ ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, പക്ഷെ ആ ഒരു ഭാഗത്ത് പറ്റുന്നില്ല. ആ സിലിണ്ടറിൻ്റെ അവിടെ അതെത്തുന്നില്ല നമുക്ക്. അല്ലാണ്ട് ഭൂരിഭാഗവും നമ്മൾ അടിപൊളിയാക്കി ഈ ഏരിയ ഇവിടെയൊക്കെ ക്ലീനാക്കി. ഇവിടെയൊക്കെ എപ്പോഴും ആ ചെയിൻ ലൂപ്പ് വന്നിരിക്കുന്നതാണ്. ബാക്കി എല്ലായിടത്തും ക്ലീനായി. ഇനി ഇത് തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് ബാക്കി നമുക്ക് വാഷ് ചെയ്യണം. ബൈക്ക് എൻ്റെ കോലം കണ്ടില്ലേ, ഇരിക്കുന്നതെല്ലാം കൊടൈക്കനാലിലെ ചെളിയും മണ്ണൊക്കെയാണ്. സ്പ്രോക്കറിൻ്റെ കവർ ഇതാ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി തിരിച്ച് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തൊരു ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ഹോണിൻ്റെ കാര്യമാണ്. ഇത്ര നമ്മൾ റൈഡ് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്, ബൈക്കിൻ്റെ ഹോൺ ഒരു അത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് ഈ ഒരു എയർ ഹോൺ ഉണ്ട്. ഇത് ഞാനിപ്പോൾ മേടിച്ചതല്ല, നമ്മൾ ഹോണിൽ നമ്മൾ വെച്ചിട്ടാണ്. ഇത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയത്തില്ല, ഫിംഗേഴ്സ് ക്രോസ്. ഏതിൽ നമുക്ക് നമ്മുടെ ഡോമിൽ ഇത് സെയിം സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം താഴ്ച വെക്കാൻ നോക്കാം. വേദവേ ഇപ്പോൾ ബൈക്ക് കഴിവേണ്ടാണെന്ന് തോന്നുന്നതാ. ഇപ്പോൾ പുറത്ത് അത്രയും മഴ പെയ്യുകയാണ്. ബൈക്ക് നമ്മൾ അടിപൊളി ആസ് യൂഷ്വൽ നമ്മൾ കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കാറിൻ്റെ അവസ്ഥ, ഈ ഹോൺ നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കിതാ ഈ കാണുന്ന സ്ക്രൂ ഇളക്കണം. ഈ സ്ക്രൂവിലോട്ടാണ് ഈ ഹോൺ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ആദ്യം ഇളക്കിയിട്ട് അതിന് ശേഷം ഈ രണ്ട് ക്ലിപ്സ് ഇളക്കി വെച്ചാൽ എത്രയോട് ഹോൺ നടക്കുന്ന കാര്യം. നമ്മൾ സക്സസ്ഫുള്ളി ഹോണിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ഹോൺ അതിലോട്ട് വെക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടത്. തൽക്കാലം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഇനി ജസ്റ്റ് നോക്കണം വർക്ക് ചെയ്യുമെന്ന്. The next day. നമ്മളന്ന് ട്രിപ്പിന് ശേഷം ഞാൻ ഇടയ്ക്ക് 2 ദിവസം ബൈക്ക് എടുത്തു. പിന്നെ അതിന് ശേഷം ബൈക്ക് എടുത്തില്ല. ഇന്നിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഞാനിപ്പോൾ നേരെ ബജാജിൻ്റെ ഷോറൂമിലാണ് പോകുന്നത്. അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. എനിക്കറിയാം, എനിക്ക് നമ്മുടെ ട്രിപ്പിന് പോയ സമയത്ത് ഹൈവേയിൽ 130, 120 പോയതുകൊണ്ട് സ്പീഡ് ഭയങ്കര ചെറിയ സ്പീഡ് എനിക്ക് തോന്നുവാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇവിടുത്തെ ഹൈവേയിൽ വലിയ സ്പീഡ് എടുക്കാനുള്ള ധൈര്യമില്ല. എന്താണോ പുകയാണോ വണ്ടി നിറഞ്ഞ പുകയാണോ കാണുന്നത്? ഇതെന്താണ് ഇത്ര ഒരു മഞ്ഞ എഫക്റ്റ് ഇവിടെ? ഇത് പുകച്ചോണ്ട് പോകുന്നതാണോ അതോ വണ്ടി നിറഞ്ഞ പുകയാണോ എന്താണെന്ന് പോലും അറിയത്തില്ല. വേണ്ട, ഫ്രണ്ടിൽ കാണുന്നില്ല ഇത്. ഇതെന്തോടെ വണ്ടിന്ന് എന്തോ പുക വന്നുകൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട്. അത് വേറെ എന്തോ പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ഡൗട്ടാണ് ഇന്ന് ബജാജിൽ അവർ ചെയിൻ ടൈറ്റിംഗ് ഒക്കെ ചെയ്യുമെന്ന്. കാര്യം ഇപ്പോൾ അവർക്ക് സർവീസിനുള്ള വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ബജാജിൻ്റെ സർവീസ് സെൻ്റർ വയ്ക്കുന്നുള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ വേറെ ഏതെങ്കിലും ലോക്കൽ സ്റ്റോഴ്സിൽ കൊണ്ടുപോയി ചെയിൻ ടൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എൻ്റെ പുറത്ത് തന്നെ വേറെ ആക്സറി കൂടെ ബൈക്കിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ചൊരു എനിക്ക് 10-20 ദിവസമായിട്ട് കാർ സാധനം കിട്ടാനുണ്ട്. അത് ഇവിടെ നിന്നല്ല, പുറത്തു നിന്ന് വരുന്നൊരു സാധനമാണ്. ഡോമിനാറിന് ഒരു ആക്സറി അത് പുറത്തു നിന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ബജാജിൻ്റെ സാധനമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ധനുഷ്കോടി വെച്ച് ഗോപ്രോയുടെ മൗണ്ടൻ ഇളകി പോയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോഴേ നേരെ ഒട്ടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോഴത്തേക്ക് വേണ്ടി ഡബിൾ സെറ്റ് ടൈപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് എത്രത്തോളം ഇരിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് അല്ലാണ്ട് ഒരു MC വെച്ച് തന്നെ ഒട്ടിക്കാൻ വേണം. അതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം ഇപ്പുറത്തെ സൈഡ് ഞാൻ MC വെച്ച് ഒട്ടിച്ചു. അതെപ്പോഴാണ് എനിക്കറിയാലോ, നമ്മൾ തേക്കടി ട്രിപ്പിൽ വെച്ച് ഞാൻ MC വെച്ച് ഒട്ടിച്ചതായിരുന്നു.
അതിപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഇപ്പുറ സൈഡ് ഞാൻ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ശരിയാവും. അല്ല, അതിൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്യണമായിരുന്നു. ആ, ഓക്കെ. അപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞു, ചെയിൻ ടൈറ്റിങ് കഴിഞ്ഞു. ഇനി അടുത്ത വേറൊരു സാധനം വാങ്ങിച്ചു വയ്ക്കണം. ഇനി പോവാം. എൻ്റെ ഗോപ്രോയുടെ മൗണ്ട് ഇത്തിരി ലൂസായിരിക്കുന്നതുകൊണ്ട് മേ ബി ആംഗിൾ കുറച്ച് താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ചെയിൻ ടൈറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഒരു സാറിനും കൂടെ വാങ്ങണം. അതായത് ഞാൻ നിങ്ങളുടെ ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്, ബൈക്കിൻ്റെ ഹോൺ ആണ് എനിക്ക് അത്യാവശ്യം മാറ്റണം എന്ന് പറഞ്ഞിട്ട്. കാര്യം ഈ ഒരു ഹോൺ, ഞാനിപ്പോൾ ഈ ഹോൺ മാറ്റി എയർ ഹോൺ വെക്കാനാണ്. കാരണം നമ്മൾ ഹോണറ്റിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് ഡ്യുവൽ ഹോൺ വെക്കണമെങ്കിൽ വയർ കട്ടിങ് വരും. അത് കാരണം ചിലപ്പോൾ വാറണ്ടി പോകാൻ ചാൻസ് ഉണ്ട് ബൈക്കിന്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഡ്യുവൽ ഹോണിലോട്ട് പോകുന്ന പകരം എയർ ഹോൺ വയ്ക്കുക. എയർ ഹോൺ ആണെങ്കിൽ സിമ്പിളാണ്, ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ്. ഇപ്പോഴത്തെ ഹോണുകളൊക്കെ എൻ്റെ എയർ ഹോൺ വയ്ക്കുക, അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ എയർ ഹോണിലോട്ട് പോകാമെന്ന് വിചാരിച്ചേക്കാം. ആയിട്ടുണ്ടേ. അപ്പം നമ്മൾ എയർ ഹോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഇത് ഫിക്സ് ചെയ്യാനേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചെയ്യാന്നുള്ള പണിയേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങളെ നേരെ വീട് എത്തിരിക്കണം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ബൈക്കിൽ ഹോൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എയർ ഹോൺ നമ്മൾ വെച്ച നേരത്തെ കാണിച്ച പോലെ നമ്മൾ ബാറ്ററി ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യും, കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് കൺസ്യൂം ചെയ്യും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 2 ഇയേഴ്സത്തേക്ക് വേറെ പ്രശ്നം കാണത്തില്ല നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഇത്തിരി ലെങ്ത് ആയി, എന്നാൽ നമുക്കിനി വീഡിയോയുടെ മെയിൻ കണ്ടന്റിലോട്ട് പോവാം. അതായത് ടോട്ടൽ എക്സ്പെൻസ് നമ്മളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ. ഇപ്പം നിങ്ങൾ കണ്ടുപോലെ എൻ്റെ ഇരിക്കുന്ന ഡോമിന 400 ആണ്. ഓൾമോസ്റ്റ് 1450 കിലോമീറ്റേഴ്സ് റൈഡ്. ഇപ്പോൾ ഇത്രയും പോയത് എൻ്റെ ഡോമിനാറിനുണ്ടായിരുന്ന ഫ്യൂവൽ എക്സ്പെൻസ് മാത്രം, പെട്രോളിന് മാത്രം എനിക്ക് ചിലവായത് 6225 റുപ്പീസ് പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻക്ലൂഡിങ് ഹൈവേയിൽ നമ്മൾ ക്രൂസ് ചെയ്ത സ്പീഡ് എല്ലാം, നമ്മൾ ആവറേജ് ക്രൂസിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 110-120 ആണ്. പിന്നെ ഹൈ റേഞ്ച് ഫുൾ അവിടെ കറങ്ങിയതും രാമേശ്വരത്തും ധനുഷ്കോടിയിലും ഇവിടെ എല്ലാം പോയി കംപ്ലീറ്റ് ട്രിപ്പിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6225. ആകെ രാമേശ്വരത്ത് വെച്ച് മാത്രമാണ് നമ്മൾ നോർമൽ പെട്രോൾ അടിച്ചത്, ബാക്കി എല്ലായിടത്തും XP95 ആണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഫ്യൂവൽ എക്സ്പെൻസായി. ഇനി അടുത്തതെന്ന് പറയുന്നത് അക്കോമഡേഷന് വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് കൊടൈക്കനാൽ ആൻഡ് രാമേശ്വരത്ത് വെച്ച് ഒരാൾക്ക്, നമ്മൾ രണ്ടുപേരും ട്രിപ്പിൽ ഉണ്ടായിരുന്നത്, ഒരാളുടെ തന്നെ സ്പെൻഡ് ആയിട്ടുള്ള 7019 റുപ്പീസാണ്. 5000 റുപ്പീസായി നമുക്ക് കൊടൈക്കനാലും 2000 റുപ്പീസായി നമുക്ക് രാമേശ്വരത്ത് വെച്ച്. ഇത് സ്പ്ലിറ്റ് ചെയ്തതിന് ഹാഫ്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 14,030 റുപ്പീസ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് അക്കോമഡേഷനായിട്ട് മാത്രം. കൊടൈക്കനാൽ നമ്മൾ ഇന്ന് മാംഗോ ഹിൽ കൊടയെന്ന് പറഞ്ഞ റിസോർട്ടിലും, രാമേശ്വരത്ത് കുറച്ച് മുമ്പായിട്ട് ഡസ്ക് ആൻഡ് ഡോൺ ബീച്ച് റിസോർട്ട് പറഞ്ഞാൽ അവിടെ, കൊടൈക്കനാലിൽ 3 നൈറ്റ്സും ധനുഷ്കോടിയിൽ 1 നൈറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് 10,000 റുപ്പീസായ കൊടൈക്കനാലിലെ സ്റ്റേയും 4,000 റുപ്പീസായ നമ്മൾ രാമേശ്വരത്തുള്ള സ്റ്റേക്ക് വേണ്ടിയിട്ടാണ്.
അപ്പം ഇത്രയാണ് നമ്മൾ അക്കോമഡേഷൻ്റെ ചിലവ്. ഇനി വരുന്നത് ഫുഡിൻ്റെ ചിലവായിരുന്നു. ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലായിടത്തും കോംപ്ലിമെൻ്ററി ആയിരുന്നു. അല്ലാണ്ട് നമ്മൾ മിക്കപ്പോഴും ലഞ്ച് സ്കിപ്പ് ചെയ്തായിരുന്നു. ഡിന്നറിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു. രാമേശ്വരത്തും കൊടൈക്കനാലിലും 1-2 ദിവസം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിരുന്നു. അല്ലാണ്ട് നമ്മൾ പുറത്തു നിന്ന് കഴിച്ചു. എല്ലാം കൂടെ അത് 1838 റുപ്പീസാണ് ആയിട്ടുള്ളത്. അഗെയിൻ സ്പ്ലിറ്റ് ചെയ്ത ഒരു എമൗണ്ട് ആണ്. പക്ഷേ ഒരുമിച്ച് നോക്കുവാണെങ്കിൽ more than 3600 ആയിട്ടാണ് ഫുഡിനുണ്ട്. ഈ ഇത്രയും പറയാൻ ജസ്റ്റ് ട്രിപ്പിൻ്റെ ഒരു എക്സസ്. പിന്നെ അല്ലാണ്ട് നിങ്ങൾ അവിടെ നിന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങുന്നെങ്കിൽ അതിന് കുറച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ എക്സ്പെൻസ് ഇതാണ്. നമ്മൾ വെച്ചിരുന്ന ബഡ്ജറ്റ് 15,000 ആണ് ഒരാൾക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നവംബർ 2024 പോയ എൻ്റെ ധനുഷ്കോടി റൈഡിൻ്റെ ഒരു എക്സ്പെൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ. ഇനി ഞാൻ നിങ്ങൾ എൻ്റെ അടുത്തുള്ള വയ്ക്കണം. ഇതൊരു ബൈ.